നമസ്കാരം. നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ മാത്രം 111 അധിക കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2 മരണവും കോവിഡ് രോഗബാധ മൂലം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്താകെ സ്ഥിരീകരിച്ചത് 122 കേസുകളാണ്. അതിൽ 111 എണ്ണവും കേരളത്തിലാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആക്റ്റീവ് കേസുകൾ രാജ്യത്ത് 1828 ഉയർന്നിട്ടുണ്ട്. ഇതിൽ കേരളത്തിൽ മാത്രം 1634 കേസുകളുണ്ട്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അതിവേഗം കോവിഡ് വ്യാപനം നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനമൊട്ടാകെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം എത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കർശന ജാഗ്രതാ നിർദ്ദേശവും കൃത്യമായിട്ടുള്ള പരിശോധനകളും നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കടുത്ത ചുമ, തൊണ്ടവേദന, ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ, ശ്വാസമുട്ടൽ പോലുള്ള അസ്വസ്ഥതകൾ ഉള്ളവർ എത്രയും വേഗം കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാകണം. കോവിഡ് നിയന്ത്രണ വിധേയമാണെന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലെന്നും അനാവശ്യ ഭീതി വേണ്ടെന്നും സർക്കാർ ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ജാഗ്രത കൂട്ടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിൽ പോലും ഗർഭിണികളും പ്രായമായവരും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പടർന്നു പിടിക്കുന്നത് ഒമിക്രോൺ BA.2.286 അഥവാ തൈറോയിഡ് ഉപവകഭേദമായ JN.1 ആണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക.